നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ തിരുവോണാശംസകൾ. ഇന്ന് പൊന്നിൻ തിരുവോണം. ആഹ്ലാദത്തോടെ മലയാള നാട്. അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിൽ സർക്കാരിന് വിവേചനമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഇഷ്ടക്കാരുടെ കേസ് പിൻവലിക്കുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും MLA. പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സംരക്ഷണ മതിൽ അപകടാവസ്ഥയിൽ. വനകേരള സദസ്സിന് പ്രവേശന കവാടത്തിനായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് 2 വർഷത്തോളം നടപടിയില്ലാതെ അധികൃതർ. മണർകാട് മർത്താമറിയം പള്ളിയിലെ 8 നോമ്പ് ആചരണം പുരോഗമിക്കുന്നു. നേർച്ചക്കഞ്ഞി വിതരണത്തിൽ പങ്കെടുത്ത് 100 കണക്കിന് വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. മലയാള നാട് കാത്തിരുന്ന പൊന്നിൻ തിരുവോണം വിരുന്നെത്തി. തിരുവോണ ദിനത്തെ ആഹ്ലാദത്തോടെ വരവേറ്റ് മലയാളികൾ. ഇന്ന് പൊന്നിൻ തിരുവോണം. മലയാളികൾ കാത്തുകാത്തിരുന്ന സുദിനം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന സങ്കല്പത്തിൽ മഹാബലി നാടുകാണാ നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് മലയാളക്കര തിരുവോണം ആഘോഷിക്കുന്നത്. അത്തം നാൾ മുതൽ ആരംഭിച്ച ഓണാഘോഷം പാരമ്യതയിലെത്തിയ സുദിനമാണിന്ന്. പുലർച്ചെ തന്നെയുള്ള ക്ഷേത്ര ദർശനമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ എല്ലാം തിരുവോണ ദിനത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രങ്ങളിൽ തൊഴുത് അനുഗ്രഹം തേടി. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചത്തേക്കുള്ള ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാവും വീട്ടമ്മമാർ. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉച്ചയ്ക്ക് ശേഷമുള്ള ബന്ധുവീട് സന്ദർശനവുമാണ് തിരുവോണ ദിനത്തെ വേറിട്ടതാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉപ്പേരി വിപണിയിൽ ഇത്തവണ വിൽപ്പന പൊടിപൊടിച്ചു. ഒപ്പം ശർക്കര വരട്ടിയുമുണ്ട്. വില ഉയർന്നാണെങ്കിലും നല്ല കച്ചവടമാണ് നടന്നത്. തിരുവോണ സദ്യയിലെ പ്രഥമ സ്ഥാനീയനായ ഉപ്പേരിക്ക് ഇത്തവണ വിലയേറിയെങ്കിലും ഓണവിപണിയിലെ താരം ഉപ്പേരി തന്നെയായിരുന്നു. വെളിച്ചെണ്ണ വില ഉയർന്നതോടെ ഉപ്പേരിക്ക് ഇത്തവണ കിലോഗ്രാമിന് 450 രൂപ മുതൽ 550 രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. മുൻവർഷങ്ങളിൽ ഓണക്കാലത്ത് ഏത്തയ്ക്കായുടെ വിലയാണ് വർദ്ധിച്ചതെങ്കിൽ ഇത്തവണ വെളിച്ചെണ്ണയുടെ വിലയാണ് മുൻപോട്ട് പോയത്. 200 രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 400 രൂപയ്ക്ക് മുകളിലാണ് വില. അതിനാൽ കഴിഞ്ഞ വർഷം കിലോഗ്രാമിന് 380 രൂപയുണ്ടായിരുന്ന ഉപ്പേരിയും ശർക്കര വരട്ടിയുടെയും വില ഇത്തവണ 450നും 550 രൂപയ്ക്കും ഉള്ളിലെത്തി. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരിക്കാണ് രുചി കൂടുതൽ. അതിനാൽ തന്നെ ഉപ്പേരി വില ഉയർന്നിട്ടും കച്ചവടം ഇത്തവണയും തകൃതിയായിരുന്നു. ആവശ്യക്കാരുടെ മുൻപിൽ ലൈവായി വറുത്തു നൽകുന്ന കടകളിലായിരുന്നു ഉപ്പേരിക്ക് തിരക്ക് കൂടുതൽ. കോട്ടയം ടൗണുകളിലെ ബേക്കറികളിലും ഉപ്പേരിക്കടകളിലും കൂടാതെ വഴിയോരങ്ങളിലെ വാഹനങ്ങളിൽ പോലും ഉപ്പേരി കച്ചവടം പൊടിപൊടിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണനാളുകളിൽ വസ്ത്രവിപണിയിൽ റെക്കോർഡ് വിൽപ്പന. സെറ്റുമുണ്ടുകളും സാരികളുമായി വിൽപ്പനയിൽ ഒന്നാമത്. നാടാകെ വസ്ത്രശാലകളിലേക്ക് എത്തിയപ്പോൾ വിൽപ്പന പൊടിപൊടിച്ചു. ഓണനാളുകളിൽ പുതുവസ്ത്രങ്ങളുമായി ആഘോഷങ്ങൾ കളറാക്കി വസ്ത്രവ്യാപാര വിപണി. ഓണക്കോടി വാങ്ങാനായി നാടാകെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയപ്പോൾ കച്ചവടവും പൊടിപൊടിച്ചു. ഓണക്കാലത്തിനായുള്ള മുന്നൊരുക്കം ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ വ്യാപാരികൾ ആരംഭിച്ചിരുന്നു. ഇതോടൊപ്പം സമ്മാന പദ്ധതികളും ഓഫറുകളും ഒരുക്കിയാണ് വ്യാപാരികൾ ഓണത്തെ വരവേറ്റത്. ഇന്നലെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. സാരികൾ, ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, മുണ്ടുകൾ, ഷർട്ടുകൾ തുടങ്ങി മലയാള തനിമയുള്ള വസ്ത്രങ്ങൾക്ക് തന്നെയായിരുന്നു ഈ ദിവസങ്ങളിൽ മുന്തിയ വിൽപ്പന. സെറ്റ് മുണ്ടുകളും കസവ് സാരികളും ഏറ്റവും അധികം വിറ്റുപോയതും ഓണദിനങ്ങളിലാണ്. മഴ മാറി നിന്നതും ഇത്തവണ കച്ചവടം ഉഷാറാക്കിയിരുന്നു. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ സജീവമായ വ്യാപാരം നടന്നു. ഓണക്കാലത്ത് സാരി വിൽപ്പനയിൽ 50%-ലധികമാണ് വർധനയുണ്ടായത്. പൂക്കളുടെയും ഇലകളുടെയും ചിത്രങ്ങളുള്ള പ്രിന്റഡ് കസവ് സാരികളും ബ്ലാക്ക് പ്രിന്റ് സാരികളുമാണ് ഇത്തവണ മലയാള തനിമയുള്ള വസ്ത്രങ്ങളിൽ മുന്നിട്ട് നിന്നത്. കൂടാതെ ചിത്രങ്ങൾ നിറഞ്ഞ ഷർട്ടുകൾക്കും പ്രിന്റഡ് മുണ്ടുകൾക്കും ഏറെ ആവശ്യക്കാരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരത്തിൽ വേറിട്ട ഒരു ഓണാഘോഷം. കഴിഞ്ഞ 30 വർഷമായി ഇവർ ഒരുമയുടെ പൊന്നോണം ആഘോഷിക്കുന്നു. കോട്ടയത്ത് വേറിട്ട ഒരു ഓണാഘോഷം നടന്നു. ശാസ്ത്രി റോഡിലെ നമ്പർ പ്ലേറ്റ് ചെയ്യുന്ന കടകളിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് ഓണാഘോഷം നടത്തിയത്. കഴിഞ്ഞ 30 വർഷമായി ഒരുമയുടെ പൊന്നോണം ഇവർ ആഘോഷിക്കുന്നു. വഴിയരിയിൽ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് മനോഹരമായ പൂക്കളം ഒരുക്കി. പിന്നീട് പാട്ടുപാടിയും കസേരകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തിയും ഇവർ ആഘോഷങ്ങളിൽ പങ്കാളികളായി. എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ ചേർന്നുള്ള ഒരുമയുടെ ഓണാഘോഷമാണിതെന്ന് ജീവനക്കാർ പറയുന്നു. ഞങ്ങൾ ശാസ്ത്രി റോഡിലെ
നമ്പർ പ്ലേറ്റ് ചെയ്യുന്ന ഫാമിലി കുടുംബക്കാള് ഇവിടെയുള്ള കുടുംബങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഓണാഘോഷമാണ്. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ കൃത്യമായി നടത്തി വരികയാണ്. കുട്ടികൾ എല്ലാവരും ചേർന്ന് ഉത്രാടത്തിന്റെ അന്ന്, ഓണത്തിന്റെ തലേ ദിവസം ഇതുപോലെ ഒരുമയുടെ പൊന്നോണം, അതായത് എല്ലാവരും ചേർന്ന് ഓണവും അതുപോലെ കുട്ടികളുടെ കളികളും വനിതകളുടെ മത്സരങ്ങളും കുടുംബാംഗങ്ങളായ വനിതകളുടെ മത്സരങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് ഓണസദ്യയോടുകൂടി വളരെ ആവേശകരമായി ആഘോഷപൂർവ്വമായി സന്തോഷകരമായ ഒരു ഓണമാണ് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഈ 2025-ലും ഞങ്ങളൊരു നല്ല പൊന്നോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. 20 കടകളിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് ആഘോഷങ്ങളിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ അപകടാവസ്ഥയിൽ. ദേശീയപാതയോരത്തിന് സമീപമുള്ള മതിലാണ് ബലക്ഷയത്തിലായത്. നവകേരള സദസ്സിനായി കവാടം നിർമ്മിക്കാൻ ഇതിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകിയ നവകേരള സദസ്സ് നടത്തുന്നതിന് പൊളിച്ചുമാറ്റിയ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ മതിൽ പുനർനിർമ്മിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2023 ഡിസംബർ മാസത്തിലാണ് നവകേരള സദസ്സിനായി മതിൽ പൊളിച്ചുമാറ്റിയത്. ഏറെക്കാലമായി ബലക്ഷയത്തിലായിരുന്ന മതിലാണ് ഇടയ്ക്ക് പൊളിച്ചത്. സ്കൂളിന്റെ മുൻഭാഗത്ത് ദേശീയപാതയുടെ വശത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇത്. സ്കൂൾ കുട്ടികളടക്കം ഒട്ടേറെ പേർ ഉപയോഗിക്കുന്ന നടപ്പാതയുടെ അരികിലെ ഭിത്തി തകർന്നാൽ വലിയൊരു അപകടത്തിന് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി മുറ്റത്തിന്റെ സംരക്ഷണ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വഴിവെട്ടിയത്. ഇവിടെ ഗേറ്റ് സ്ഥാപിച്ച് പ്രധാന കവാടം കൂടാതെ പുതിയ ഒരു പ്രവേശന കവാടവും നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ 2 വർഷത്തോളമായിട്ടും ഇവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. മതിൽ അപകടാവസ്ഥയിലാണ്, ജാഗ്രത പാലിക്കണം എന്ന ഒരു ബോർഡ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അധികൃതർ അനാസ്ഥ അവസാനിപ്പിച്ച് എത്രയും വേഗം നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാട് മർത്താമറിയം യാക്കോബായ സുറിയാനി പള്ളിയിലെ നേർച്ചക്കഞ്ഞി വിതരണത്തിൽ പങ്കെടുക്കാൻ വിശ്വാസികളുടെ പ്രവാഹം. ഈ മാസം 7 വരെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പിനോട് അനുബന്ധിച്ച് കത്തീഡ്രലിന്റെ ചെറിയ പാരിഷ് ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്ന നേർച്ചക്കഞ്ഞിയിൽ പങ്കുചേരാൻ വിശ്വാസികളുടെ ഒഴുക്ക്. 7-ാം തീയതി അർദ്ധരാത്രി വരെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും. എല്ലാ ദിവസവും പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം രാവിലെ 10:30 നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കും. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് 6 മണിക്കാണ് വൈകുന്നേരത്തെ കഞ്ഞി വിതരണം. രാത്രി 11 വരെ കഞ്ഞി വിതരണം ചെയ്യും. ചെറുപയർ, അച്ചാർ, ചമ്മന്തിപ്പൊടി എന്നിവയോടൊപ്പം ചൂടുകഞ്ഞിയാണ് വിശ്വാസികൾക്കായി നൽകുന്നത്. 5 ടണ്ണിന് മുകളിൽ അരിയാണ് പ്രതിദിനം കഞ്ഞി തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് നേർച്ചക്കഞ്ഞി സ്പോൺസർ ചെയ്യാൻ എത്തുന്നതെന്ന് കത്തീഡ്രൽ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മണർകാട്. അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിൽ സർക്കാർ വിവേചനം കാട്ടുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിൽ വിവേചനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അയ്യപ്പ ഭക്തന്മാരെ രണ്ടാക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇഷ്ടപ്പെട്ട ആളുകളുടെ കേസുകൾ പിൻവലിക്കുന്നു, ബാക്കിയുള്ള കേസുകൾ നിലനിർത്തുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. അയ്യപ്പ ഭക്തന്മാരെ രണ്ടാക്കുകയാണോ? അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു ഭക്ത സമൂഹമുണ്ട്. ആ ഭക്ത സമൂഹത്തെ രണ്ടാക്കുകയാണ്. ഇഷ്ടപ്പെട്ട കേസുകൾ വിഡ്രോ ചെയ്തു, ബാക്കിയുള്ള കേസുകൾ നിലനിർത്തി. എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യാമോ? എല്ലാം ഒരു കോമൺ കോസിന് വേണ്ടി നിന്നവരല്ലേ. ആ കോമൺ കോസിന് വേണ്ടി നിന്ന ആളുകളെ എന്തിനാ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്യല്ലേ? അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു ഉത്തരവ് കൊടുത്താൽ അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ട് വന്നിട്ടുള്ള കേസുകൾ കോടതിയിലെത്തുമ്പോൾ ഗവൺമെൻറ് അത് വിഡ്രോ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളത് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ. അത് ചെയ്തിട്ടില്ല. വനിതാ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ കർഷകർക്ക് സർക്കാർ വിലക്കയറ്റം സമ്മാനിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
പ്രതിസന്ധികളെ അതിജീവിച്ച് നെല്ല് വിളയിച്ച കർഷകരിൽ നിന്നും സംസ്ഥാന സർക്കാർ മാസങ്ങൾക്ക് മുൻപ് സംഭരിച്ച അമിത വിലയ്ക്ക് വിപണിയിൽ വിറ്റഴിച്ച ശേഷം കർഷകർക്ക് ഓണത്തിന് കുടിശ്ശിക തുക നൽകും എന്ന് വാഗ്ദാനം ചെയ്ത സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. സ്വന്തം നെല്ല് സർക്കാരിന് വിറ്റിട്ടും ഓണം ഉണ്ണാൻ നെൽകർഷകൻ തെണ്ടേണ്ട ഗതികേടിലായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് നൽകാതെ കബളിപ്പിച്ചതിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ച് തിരുനക്കര പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുൻപിൽ നടത്തിയ ജനകീയ പ്രതിരോധ സമരത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് ഓണം ഉണ്ണാൻ സൗജന്യ അരി വിതരണം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലയില്ല, ഉള്ളിയില്ല, സവാളയില്ല, പരിപ്പില്ല, ജീരകമില്ല, കടുകില്ല, ഉലുവയില്ല, ഒരു സാധനങ്ങളും നമ്മുടെ ഈ സപ്ലൈകോയിലില്ല. മാത്രമല്ല അതിനെല്ലാം ഉപരി ഇതാ നിൽക്കുന്നു ഒരു രക്തസാക്ഷി എന്ന് പറയണം. കൃഷിക്കാരന് വേണ്ടി പോരാടിയ രക്തസാക്ഷി ശ്രീ മദൻലാൽ. അദ്ദേഹത്തിന്റെ 38 ലോഡ് നെല്ല് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. ആ നെല്ലിന്റെ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. ഓണത്തിന് മുഴുവൻ പണവും കൊടുക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു, കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ ആ കൃഷിക്കാരൻ എന്നെ വിളിച്ചു പത്രത്തിൽ കണ്ടുകൊണ്ട് സൗജന്യ അരി വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരണം, കാണം വിറ്റ് ഉണ്ണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ അരിയെടുത്ത് ഗവൺമെന്റിനെ വിശ്വസിച്ച് കൊടുത്തു. ആ സർക്കാർ ഇതുവരെ പണം തിരികെ തന്നിട്ടില്ല. കോട്ടയം ജില്ലാ ചീഫ് കോർഡിനേറ്റർ ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. ഗുരുദേവ സന്ദേശവുമായി ജി ജഗദീഷ് സ്വാമി ഗുരുദേവന്റെ വേഷത്തിൽ ചടങ്ങിൽ സന്നിഹിതനായി. സംസ്ഥാന സമിതി അംഗം അൻസാരി ഈരാറ്റുപേട്ട, KM ഖാലിദ്, ബിജു കണിയാമല, സന്തോഷ് മുക്കാലിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. കാൽനട ഇരുചക്ര വാഹന യാത്രക്കാർ ഭീതിയോടെയാണ് റോഡിലൂടെ കടന്നുപോകുന്നത്. പാല കൊട്ടാരമറ്റ ബസ് സ്റ്റാൻഡിൽ ബസ് കയറുവാൻ വരുന്ന യാത്രക്കാർക്കും രക്ഷയില്ല. തെരുവുനായ്ക്കൾ തലങ്ങും പായുകയാണ്. സമീപത്തെ ബിൽഡിംഗിലെ കടകളിലേക്ക് വരുന്നവരെയും ഇവ ആക്രമിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് തെരുവുനായ്ക്കൾ കൂടുതൽ ആക്രമണകാരികളാകുന്നത്. ഇടസമയങ്ങളെ ഇവയെ അധികം കാണാറില്ലെന്നും വ്യാപാരികൾ പറയുന്നു. കുരിച്ചുകൊണ്ട് യാത്രക്കാരുടെ പുറകെ ചാടും, ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ ഓടും. പലരും കടിയേൽക്കാതെ ഭാഗ്യത്താണ് രക്ഷപ്പെടുന്നത്. ബസ് കാത്തു നിൽക്കുന്ന കുട്ടികൾ അടക്കമുള്ളവർ ഭീതിയിലാണ്. ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തെരുവുനായ്ക്കൾ കയറി കിടക്കുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പരസ്പരം കടിപിടി കൂടുന്നതും കാൽനട യാത്രക്കാർക്ക് നേരെ കുരിച്ചു ചാടുന്നതും ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുന്നു. ബസ് സ്റ്റാൻഡിന് സമീപത്തായി മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതും തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമായതായി സമീപ വ്യാപാരികൾ പറയുന്നു. തെരുവുനായ്ക്കൾ ജനങ്ങൾക്ക് ദുരിതമാകുമ്പോഴും നിയമത്തിന്റെ നൂലാമാലകൾ അധികൃതരെ നടപടിയെടുക്കലിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അധികൃതരെ പരാതി അറിയിച്ചിട്ടുണ്ടെന്നും നടപടി ഉടൻ സ്വീകരിക്കണമെന്നും ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് പൊന്നിൻ തിരുവോണം. ആഹ്ലാദത്തോടെ മലയാള നാട്. അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിൽ സർക്കാരിന് വിവേചനമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഇഷ്ടക്കാരുടെ കേസ് പിൻവലിക്കുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും MLA. പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സംരക്ഷണ മതിൽ അപകടാവസ്ഥയിൽ. വനകേരള സദസ്സിന് പ്രവേശന കവാടത്തിനായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് 2 വർഷത്തോളം നടപടിയില്ലാതെ അധികൃതർ. മണർകാട് മർത്താമറിയം പള്ളിയിലെ 8 നോമ്പ് ആചരണം പുരോഗമിക്കുന്നു. നേർച്ചക്കഞ്ഞി വിതരണത്തിൽ പങ്കെടുത്ത് 100 കണക്കിന് വിശ്വാസികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.